തൊഴിൽ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലും ഫ്ളാറ്റുകളിലും ബന്ധുവീടുകളിലും വിജിലൻസ് പരിശോധന നടത്തി. തിരുവനന്തപുരത്തും പാലാരിവട്ടത്തും ഇരിങ്ങാലക്കുടയിലെ ഭാര്യ വീട്ടിലുമാണ് റെയ്ഡ് നടന്നത്. ടോം ജോസിന് പണം നൽകി സഹായിച്ച ബിനാമി എന്ന് സംശയിക്കുന്ന അമേരിക്കൻ വനിതയിലേക്കും അന്വേഷണം നീളുന്നു. ടോം ജോസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ ബാങ്കുകൾക്ക് വിജിലൻസ് കത്തും നൽകി. ഇന്ന് പുലർച്ചെയോടെയാണ് തൊഴിൽ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ ഫ്ളാറ്റുകളിലും ഭാര്യ വീട്ടിലും സെക്രട്ടേറിയറ്റിലെ ഓഫീസിലും പാലയിലെ ഒരു സുഹൃത്തിന്റെ വീട്ടിലും വിജിലൻസ് റെയ്ഡ് ആരംഭിച്ചത്. വിജിലൻസ് എസ് പി VN ശശിധരന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി വേണുഗോപാൽ, ബിജി ജോർജ് അടക്കം 5 CAമാരടങ്ങുന്ന സംഘം 5ആയി തിരിഞ്ഞാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. തിരുവനന്തപുരം വെള്ളയമ്പലത്തെ ഫ്ളാറ്റിൽ വെച്ച് വിജിലൻസ് ഉദ്യോഗസ്ഥർ ടോം ജോസിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി. ഇരിങ്ങാലക്കുടയിലെ ഭാര്യ വീട്ടിൽ റെയ്ഡ് നടത്തിയ ശേഷം ടോം ജോസിന്റെ ഭാര്യയുമായി എത്തി ഫ്ളാറ്റ് തുറപ്പിച്ച ശേഷമാണ് ഉച്ചയോടെ പാലാരിവട്ടത്ത് റെയ്ഡ് ആരംഭിച്ചത്. സമാന്തരമായി തന്നെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലും പാലാ രാമപുരത്തെ സുഹൃത്തായ ഡോക്ടർ അനിത ജോസിന്റെ വീട്ടിലും പരിശോധനകൾ നടന്നു. ടോം ജോസ് സിന്ദുർഗ ജില്ലയിൽ 50 ഏക്കർ സ്ഥലം വാങ്ങാനായി എടുത്ത ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കുന്നതിന് 1,63 ലക്ഷം രൂപ നൽകി സഹായിച്ച വ്യക്തിയാണ് പ്രവാസിയായ ഡോക്ടർ അനിത ജോസ്. റെയ്ഡ് നടത്തിയ എല്ലാ കേന്ദ്രങ്ങളിലും നടപടിക്രമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് വിജിലൻസ് ഉറപ്പുവരുത്തി. ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെയും വനിതാ പോലീസുകാരുടെയും സാന്നിധ്യം ഉറപ്പുവരുത്തിയ ശേഷമാണ് റെയ്ഡ് നടത്തിയത്. ടോം ജോസിന്റെയും ബന്ധുക്കളുടെയും അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ വിജിലൻസ് ബാങ്കുകൾക്ക് കത്ത് നൽകി. പാലയിൽ CA ബെന്നി ജോർജും പാലാരിവട്ടത്ത് CA സനിൽകുമാറും ഇരിങ്ങാലക്കുടയിലെ റെയ്ഡിന് CA ഷാജുവും നേതൃത്വം നൽകി. KM എബ്രഹാമിന് പിന്നാലെ IAS അസോസിയേഷൻ പ്രസിഡന്റായ ടോം ജോസിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് IAS ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചിട്ടുണ്ട്. S ജീവൻകുമാർ, തിരുവനന്തപുരം. അനധികൃത സ്വത്ത് സമ്പാദന കേസ് തന്നെ അവഹേളിക്കാനായി കെട്ടിച്ചമച്ചതാണെന്ന് ടോം ജോസ്. ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തി നൽകിയ പരാതിയിലാണ് ഇപ്പോഴത്തെ നടപടി. ഇതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകും. 2 വർഷം മുൻപ് സർക്കാർ അവസാനിപ്പിച്ച കേസാണിതെന്നും ടോം ജോസ് പറഞ്ഞു. ഇത് മനഃപൂർവ്വം വിജിലൻസ് എന്നെ ഈ ഇൻസൾട്ട് ചെയ്യാനായിട്ടും ഹ്യൂമിലിയേറ്റ് ചെയ്യാനും വേണ്ടി ഓർക്കസ്ട്രേറ്റ് ചെയ്ത ഒരു നടപടിയായിട്ട് മാത്രമേ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. കാരണം ഇതിനകത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എല്ലാം വളരെ മുമ്പേ തന്നെ ഗവൺമെന്റിൽ വളരെ വിശദമായിട്ട് പരിശോധിച്ച് അത് ക്ലോസ് ചെയ്തിരുന്ന ഇഷ്യൂസ് ആണ്. പിന്നീട് ഇത് വിജിലൻസ് റീഓപ്പൺ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് ക്രിമിനൽ റെക്കോർഡുള്ള ഒരു വ്യക്തിയുടെ പെറ്റീഷൻ മേലാണ്. ആ പെറ്റീഷൻ വെച്ചുകൊണ്ട് ഗവൺമെന്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു സംഗതിയിന്മേല് ഗവൺമെന്റിനെ പോലും അറിയിക്കാതെ അതെന്താണെന്ന് നോക്കാതെ മനഃപൂർവ്വം ഇത് ചെയ്തിരിക്കുന്നത് നിശ്ചയമായിട്ടും ഇത് സമൂഹത്തില് എന്നെ കരുതി വെച്ച് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയായിട്ട് മാത്രമേ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഞാൻ ഇതിനെ സംബന്ധിച്ച് നിശ്ചയമായിട്ട് ഒരു ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് പിന്നീട് റിലീസ് ചെയ്യുന്നതായിരിക്കും. 1,19 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് ടോം ജോസ് സമ്പാദിച്ചതായി വിജിലൻസിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. വരുമാനത്തെ അപേക്ഷിച്ച് 62% സ്വത്ത് ടോം ജോസ് അനധികൃതമായി സമ്പാദിച്ചതായി മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച FIR-ൽ പറയുന്നു. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും FIR-ലുണ്ട്. FIR-ന്റെ പകർപ്പ് People TV-ക്ക് ലഭിച്ചു. വിജിലൻസ് എറണാകുളം സ്പെഷ്യൽ സെൽ SP VN ശശിധരനാണ് മൂവാറ്റുപുഴ കോടതിയിൽ FIR സമർപ്പിച്ചത്. ടോം ജോസിന്റെ സ്വത്തുവിവരം സംബന്ധിച്ച് വിജിലൻസ് പ്രാഥമിക പരിശോധന നടത്തിയെന്നും അതിൽ ചില പൊരുത്തക്കേടുകൾ കണ്ടെത്തിയെന്നും FIR-ൽ പറയുന്നു. 2010 ജനുവരി 1 മുതൽ 2016 സെപ്റ്റംബർ 30 വരെയുള്ള സ്വത്തുവിവരങ്ങൾ ശേഖരിച്ചതിൽ ടോം ജോസിന് 1,19,65,549 രൂപയുടെ അനധികൃത സ്വത്തുള്ളതായി കണ്ടെത്തി. 2,39,42,992 രൂപയുടെ പ്രഖ്യാപിത സ്വത്താണ് ടോം ജോസിനുള്ളത്. 1,19 ലക്ഷം രൂപ മാത്രമാണ് ഇക്കാലത്തെ ടോം ജോസിന്റെ വരുമാനം. 72 ലക്ഷത്തോളം രൂപ ചെലവായതായും കാണിച്ചിട്ടുണ്ട്. സമ്പത്തും വരുമാനവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. അഴിമതി നിരോധന നിയമം 13(1)(e), 13(2) എന്നീ വകുപ്പുകൾ പ്രകാരം ഇത് കുറ്റകരമാണ്. ഈ സാഹചര്യത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ്. സ്വത്തുക്കൾ സംബന്ധിച്ച യഥാർത്ഥ വിവരം മറച്ചുവെച്ചതായും സംശയിക്കുന്നു. യഥാർത്ഥ സ്വത്ത് വിവരം അറിയാൻ 4 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. ഇതിനായി ക്രിമിനൽ നടപടിച്ചട്ടം 93(1) പ്രകാരം സെർച്ച് വാറണ്ട് പുറപ്പെടുവിക്കണമെന്നും FIR-ൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. വീട്, ഫ്ളാറ്റ്, ഓഫീസ് എന്നിവിടങ്ങളിലെ പരിശോധനയ്ക്കായി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി സെർച്ച് വാറണ്ട് പുറപ്പെടുവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡുകൾ ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ പ്രവർത്തനത്തിൽ സർക്കാരിന് പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജേക്കബ് തോമസിനെ പുകച്ച് പുറത്താക്കാൻ നീക്കം നടക്കുന്നുണ്ട്. സംസ്ഥാനത്ത് യാതൊരു വിധത്തിലുള്ള ഭരണസ്തംഭനവും ഇല്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. KM എബ്രഹാമിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് നടപടിക്രമങ്ങൾ പാലിച്ചാണോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒരു പ്രാഥമികമായ അന്വേഷണം നടത്താതെ, എൻ്റെ കയ്യിൽ നിന്ന് മൊഴിയെടുക്കാതെ എൻ്റെ വീട് സെർച്ച് ചെയ്ത നടപടി അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. എന്നെ ഭയപ്പെടുത്താൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അഡീഷണൽ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിന്റെ
ഈ പരാതി ചൂണ്ടിക്കാട്ടിയാണ് രമേശ് ചെന്നിത്തല വിഷയം സബ്മിഷനായി സഭയിൽ ഉന്നയിച്ചത്. തിരുവനന്തപുരം സ്പെഷ്യൽ കോടതിയുടെ ഉത്തരവ് പ്രകാരം അഡീഷണൽ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ വിജിലൻസ് ത്വരിതാന്വേഷണം നടത്തുകയാണ്. അടുത്ത മാസം 7-ന് കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാണ് ഉത്തരവ്. അന്വേഷണത്തിന്റെ ഭാഗമായാണ് KM എബ്രഹാമിന്റെ വീട്ടിൽ പരിശോധന നടന്നതെന്ന് മുഖ്യമന്ത്രി മറുപടിയായി പറഞ്ഞു. KM എബ്രഹാം വിജിലൻസ് ഡയറക്ടർക്കെതിരെ നൽകിയ പരാതി പരിശോധിക്കും. വീട്ടിൽ നടന്ന റെയ്ഡിൽ ഉദ്യോഗസ്ഥരോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടപടിക്രമങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ നടപടി കൈക്കൊള്ളുമെന്നും മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു. ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുണ്ട്. ആ ഉദ്യോഗസ്ഥനിൽ നിന്നും ഇതിനകം തന്നെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. IPS, IAS ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അഴിമതി കേസുകളിൽ അന്വേഷണം നടത്തുമ്പോൾ എല്ലാ നടപടിക്രമങ്ങളും പാലിക്കാറുണ്ടെന്നും സ്വാഭാവികമായി അവർക്ക് ഇതിൽ എതിർപ്പുണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജേക്കബ് തോമസ് എന്ന വിജിലൻസ് ഡയറക്ടർ വിജിലൻസിന് നേതൃത്വം കൊടുക്കാൻ പറ്റിയ ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ്. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ജേക്കബ് തോമസിനെ പുകച്ച് പുറത്തു ചാടിക്കാൻ സംസ്ഥാനത്ത് ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ ജേക്കബ് തോമസിനെ പുകച്ച് പുറത്തു ചാടിക്കാനുള്ള ശക്തമായ ചില നീക്കങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നടക്കുന്നുണ്ട്. അതിലാണ് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ ഹാജരായി എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്ത് ഭരണസ്തംഭനമില്ലെന്നും അതിന് ആരെയും അനുവദിക്കുകയില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KM എബ്രഹാമിന്റെ വീട്ടിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നോ എന്ന് വിശദീകരിക്കണമെന്ന് കാട്ടി വിജിലൻസ് SP-ക്ക് ഡയറക്ടർ കത്ത് നൽകി. വിജിലൻസ് സ്പെഷ്യൽ SP രാജേന്ദ്രനാണ് വിശദീകരണ കത്ത് നൽകിയത്. KM എബ്രഹാമിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് കാട്ടി മുഖ്യമന്ത്രിക്ക് KM എബ്രഹാം കത്ത് നൽകിയ സാഹചര്യത്തിലാണ് SP രാജേന്ദ്രനോട് റെയ്ഡ് ക്രമപ്രകാരമാണോ നടന്നത് എന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി KC ജോസഫിനെതിരെ അന്വേഷണം. തലശ്ശേരി വിജിലൻസ് കോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. നേരത്തെ വിജിലൻസ് നൽകിയ റിപ്പോർട്ട് തള്ളിയാണ് പുതിയ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. സത്യവാങ്മൂലത്തിൽ മുൻ മന്ത്രി KC ജോസഫ് രേഖപ്പെടുത്തിയ സ്വത്ത് വിവരം സംബന്ധിച്ച പരാതിയിലാണ് അന്വേഷണം നടത്തി വ്യക്തമായ റിപ്പോർട്ട് നൽകാൻ തലശ്ശേരി വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. KC ജോസഫ് മന്ത്രിയായിരുന്ന കാലത്ത് നടത്തിയ പണമിടപാടുകൾ, മകൻ കോട്ടയം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നടത്തിയ പണമിടപാടുകൾ, ഭാര്യയുടെ ശമ്പളം, പെൻഷൻ, ആനുകൂല്യങ്ങൾ ഇവ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്താനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അടുത്ത മാസം 29-നകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി കോഴിക്കോട് വിജിലൻസ് SP-യോട് ഉത്തരവിട്ടിരിക്കുകയാണ്. KC ജോസഫ് മന്ത്രിയായിരുന്ന കാലത്ത് നടത്തിയ അനധികൃത സ്വത്ത് സമ്പാദനം ചൂണ്ടിക്കാണിച്ച് AK ഷാജി നൽകിയ പരാതിയിൽ UDF ഭരണകാലത്ത് വിജിലൻസ് അന്വേഷണം നടത്തി KC ജോസഫിനെ രക്ഷിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ടിൽ ഉണ്ടായിട്ടുള്ള അപാകതകൾ ചൂണ്ടിക്കാട്ടി വീണ്ടും പരാതിക്കാരൻ കോടതിയെ സമീപിച്ചതോടെയാണ് പുതിയ അന്വേഷണ ഉത്തരവ് ഇറങ്ങിയത്. അതേസമയം കഴിഞ്ഞ ഭരണത്തിൽ UDF നടത്തിയ അഴിമതിയുടെ ഒരു ഭാഗമാണ് ഉത്തരവിലൂടെ പുറത്തുവന്നതെന്നും ഗൗരവപൂർവ്വം ഈ ഉത്തരവിനെ കാണേണ്ടതുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ നിലപാട് വ്യക്തമാക്കണമെന്നും CPIM ജില്ലാ സെക്രട്ടറി PJ രാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സോളാർ കേസ് വിധിയിൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് ഉമ്മൻചാണ്ടി. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ മതിയായ തെളിവുകൾ തന്റെ പക്കലുണ്ട്. തനിക്കെതിരെ പരാതിയിലോ മൊഴിയിലോ പരാമർശം ഉണ്ടായിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഞാൻ ഒരു വിധത്തിലും ഇതുമായി ഒരു ബന്ധവുമില്ല. അത് ഈ പരാതി തന്നവർക്കറിയാം എന്നുകൂടെ ഉള്ള ബോധ്യം കൊണ്ടാണ് ഈ കാര്യത്തിൽ ഞാൻ വേണ്ടത്ര ഗൗരവത്തോടു കൂടി എടുത്തില്ലെങ്കിൽ എടുക്കാതിരുന്നതിൻ്റെ ഒരു കാരണം. ഏതായിരുന്നാലും ഇത് നിയമപരമായിട്ട് ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. എൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം എല്ലാം രേഖകളിലുള്ളതാണ്. കണ്ണൂർ കല്യാശ്ശേരിയിൽ കോൺഗ്രസ് നിർമ്മിച്ചു കൊടുക്കുന്ന കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനെത്തിയ VM സുധീരനെ പ്രാദേശിക നേതൃത്വം ബഹിഷ്കരിച്ചു. സ്വത്ത് സംബന്ധിച്ച പരാതി പറയാനെത്തിയവരെ VM സുധീരൻ ആദർശം മറന്ന് ചീത്ത വിളിച്ചു. കല്യാശ്ശേരിയിൽ നീത നമ്പ്യാർക്ക് പുതിയ കെട്ടിടം കോൺഗ്രസ് നിർമ്മിച്ചു കൊടുത്തുവെന്ന് കൊട്ടിഘോഷിച്ചാണ് KPCC പ്രസിഡന്റ് VM സുധീരനടക്കം ഉദ്ഘാടനത്തിനെത്തിയത്. അതേസമയം DCCയും KPCCയും കെട്ടിടത്തിന്റെ പേരിൽ പിരിച്ച പണമിടപാടിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മോഹനടക്കം രാജിവെച്ച് സുധീരന്റെ പരിപാടി ബഹിഷ്കരിച്ചു. ഉദ്ഘാടന സമയത്ത് കെട്ടിടം പണിതത് തനിക്ക് വിറ്റ ഭൂമിയിലാണെന്നും തന്നെ ചതിച്ചാണ് കോൺഗ്രസ് നാടകം നടത്തിയതെന്നും ആരോപിച്ച് കോടതി ഉത്തരവുമായെത്തിയ ചിറ്റാരിപ്പറമ്പ് സ്വദേശി ജയകൃഷ്ണൻ പൊട്ടിക്കരയുകയായിരുന്നു. ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നവനാ, എനിക്ക് ജീവിക്കണ്ട. കാര്യങ്ങൾ അറിയാണ്ട് ഇവരൊന്നും അറിയാണ്ട ഇവർ വരുന്നുണ്ട്. ഇവരെ കുടുംബത്തെ പറ്റി ഇവരെന്തെങ്കിലും മനസ്സിലാക്കിയ എത്ര കേസിൽ പ്രതികളെ ഇവർ എല്ലാത്തിൻ്റെയും കണക്ക് എൻ്റെ അടുത്തുണ്ട്.
VM സുധീരൻ അയാളെ കാണാനോ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയാനോ തയ്യാറായില്ല. ഇത് സംബന്ധിച്ച് പരാതി പറയാൻ വന്ന പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനെ കേട്ടാലറയ്ക്കുന്ന ഭാഷയിലാണ് ആദർശ ധീരൻ തെറി വിളിച്ചത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സർക്കാരുമായി കരാർ ഒപ്പുവയ്ക്കാൻ തയ്യാറാകാതിരുന്ന കണ്ണൂർ കരുണ മാനേജ്മെന്റുകൾക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. ഹൈക്കോടതിയുടെയും മേൽനോട്ട സമിതിയുടെയും നിർദ്ദേശങ്ങൾ ലംഘിച്ചതിന് 2 കോളേജുകൾക്കും ഹൈക്കോടതി 1 ലക്ഷം രൂപ വീതം പിഴ ചുമത്തി. 2 കോളേജുകളും മുഴുവൻ പ്രവേശന വിവരങ്ങളും ഈ മാസം 31-നകം ജെയിംസ് കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കണം. കരുണയിൽ അയോഗ്യരെന്ന് കണ്ടെത്തിയ 30 വിദ്യാർത്ഥികൾക്ക് പകരമായി ജെയിംസ് കമ്മിറ്റി നിർദ്ദേശിച്ചവരുടെ പട്ടിക കോടതി അംഗീകരിച്ചു. മെഡിക്കൽ പ്രവേശന പട്ടിക റദ്ദാക്കിയ ജെയിംസ് കമ്മിറ്റിയുടെ നടപടിക്കെതിരെ കണ്ണൂർ കരുണ മാനേജ്മെന്റുകൾ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. പ്രവേശനം സംബന്ധിച്ച് ജെയിംസ് കമ്മിറ്റിയും കോടതിയും നൽകിയ നിർദ്ദേശങ്ങൾ 2 കോളേജുകളും ലംഘിച്ചതായി ഹൈക്കോടതി കണ്ടെത്തി. ഇതിന് 2 കോളേജുകൾക്കും ഹൈക്കോടതി പിഴ ചുമത്തി. ഓരോ 1 ലക്ഷം രൂപ വീതം കണ്ണൂർ കരുണ മെഡിക്കൽ കോളേജുകൾ പിഴയൊടുക്കണം. ഈ തുക ഹൈക്കോടതിയിലെ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നൽകണമെന്നും കോടതി ഉത്തരവിലുണ്ട്. 2 കോളേജുകളും മുഴുവൻ പ്രവേശന വിവരങ്ങളും ഈ മാസം 31-ന് മുൻപ് ജെയിംസ് കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കണം. പ്രവേശനം സംബന്ധിച്ച പരാതികൾ ജെയിംസ് കമ്മിറ്റി പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. യോഗ്യരെന്ന് കണ്ടെത്തിയവരുടെ വിവരങ്ങൾ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിനും ആരോഗ്യ സർവകലാശാലയ്ക്കും കൈമാറണം. കരുണ മാനേജ്മെന്റ് പ്രവേശനം നൽകിയ 30 വിദ്യാർത്ഥികൾ അയോഗ്യരെന്ന് ജെയിംസ് കമ്മിറ്റി കണ്ടെത്തിയിരുന്നു. പ്രവേശന പരീക്ഷാ മേൽനോട്ട സമിതി പകരം നിർദ്ദേശിച്ച 30 കുട്ടികളുടെ പട്ടികയ്ക്ക് ഹൈക്കോടതി അംഗീകാരം നൽകുകയും ചെയ്തു. നീറ്റ് മാനദണ്ഡമാക്കി വേണം പ്രവേശനം നൽകാനെന്നും വിദ്യാർത്ഥികളുടെ ഫീസ് 3 മാസത്തിനകം ജെയിംസ് കമ്മിറ്റി നിർദ്ദേശിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിലുണ്ട്. സർക്കാരുമായി കരാർ ഒപ്പുവെക്കാൻ തയ്യാറാകാതിരുന്ന കണ്ണൂർ കരുണ മാനേജ്മെന്റുകൾക്ക് ഹൈക്കോടതി ഉത്തരവ് ഇപ്പോൾ തിരിച്ചടിയായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. JNU വിദ്യാർത്ഥി നജീബിന്റെ തിരോധാനത്തിൽ വിദ്യാർത്ഥികൾ ദില്ലി പോലീസ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വിവരങ്ങളുമായി M സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, വിശദാംശങ്ങൾ. മനു, നജീബ് അഹമ്മദിനെ കാണാതായ സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ന് ദില്ലിയിൽ ഉണ്ടായത്. ദില്ലി പോലീസ് ആസ്ഥാനത്തേക്ക് JNU വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പോലീസ് ആസ്ഥാനത്തിന് സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകാൻ ശ്രമിച്ചത്. സന്തോഷിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ പ്രശ്നം സംഭവിച്ചതുകൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. വാർത്തകളിലേക്ക്. തലശ്ശേരിയിൽ ലോഡ്ജിൽ SI തൂപ്പുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി പരാതി. KAP 4ാം ബറ്റാലിയൻ SI ജെയ്സണെതിരെയാണ് പരാതി. തലശ്ശേരി ബ്രദേഴ്സ് ലോഡ്ജിലാണ് സംഭവം. 1 മാസമായി ജെയ്സൺ ലോഡ്ജിൽ താമസിച്ച് വരികയായിരുന്നു. വിവരങ്ങൾ ജോഷില നൽകും കണ്ണൂരിൽ നിന്നും. ജോഷില, സംഭവിച്ചത് എന്താണ്? മനു, തലശ്ശേരി ബ്രദേഴ്സ് ലോഡ്ജിലാണ് സംഭവം നടന്നിട്ടുള്ളത്. KAP 4ാം ബറ്റാലിയൻ SI ജെയ്സൺ PTക്കെതിരെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നിരിക്കുന്നത്. ജെയ്സൺ 1 മാസമായി ബ്രദേഴ്സ് ലോഡ്ജിൽ താമസിച്ചു വരികയായിരുന്നു, റൂം എടുത്ത് താമസിച്ചു വരികയായിരുന്നു. അതേസമയം തന്നെ ഇന്നും തൂപ്പുകാരിയെ കടന്നുപിടിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മദ്യലഹരിയിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതെന്നും പറയുന്നു. 1 മാസമായി താമസിച്ചു വരികയാണെങ്കിലും വൈകുന്നേരങ്ങളിൽ ഇദ്ദേഹം സുഹൃത്തുക്കളുമായി ഇവിടെ വെച്ച് മദ്യസൽക്കാരങ്ങൾ നടത്താറുണ്ടെന്നും മദ്യപിക്കാറുണ്ടെന്നുമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് മദ്യലഹരിയിൽ തൂപ്പുകാരി ലോഡ്ജിലെത്തിയപ്പോൾ കയറി പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയായിരുന്നു. SIക്കെതിരെ പരാതി ലോഡ്ജുകാർ പോലീസിൽ വിളിച്ച് ഇൻഫർമേഷൻ നൽകിയതിനെ തുടർന്ന് പോലീസ് എത്തി SIക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ശേഖരിച്ചു. സ്ത്രീയെ അടക്കം ചോദ്യം ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ അതേസമയം തന്നെ പോലീസിനെ ഭയന്ന് സ്ത്രീ പരാതി നൽകിയില്ല എന്നും അറിയാൻ കഴിയുന്നു. അതേസമയം പോലീസ് സ്ഥലത്തെത്തിയതും സ്ത്രീയോട് വിവരങ്ങൾ അന്വേഷിച്ചതുമായ എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ തെളിവോടുകൂടി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം പോലീസ് ഈ സംഭവത്തെ ഇത്തരമൊരു സംഭവം നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ MLA അടക്കം ഇടപെട്ടുകൊണ്ട് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ കണ്ണൂരിൽ നിന്നടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടുന്ന ഒരു അവസ്ഥയിലേക്ക് സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ട്. എന്തായാലും ജെയ്സണെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശരി, ജോഷിലെയാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ജഡ്ജി നിയമനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി സുപ്രീം കോടതി. നിയമനങ്ങൾ നടത്തിയില്ല എങ്കിൽ കോടതികൾ അടച്ചുപൂട്ടണം. നിരുത്തരവാദിത്തപരമായ നടപടികൾ തുടർന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരെ വിളിച്ചു വരുത്തേണ്ടി വരുമെന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. നിയമനങ്ങൾ തടസ്സപ്പെടുത്തി ജുഡീഷ്യൽ സംവിധാനത്തെ തകർക്കാമെന്ന് കരുതരുതെന്നും ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞു. ജഡ്ജി നിയമനത്തിനായി സുപ്രീം കോടതി പിന്തുടരുന്ന കൊളീജിയം സംവിധാനം മാറ്റാൻ നേരത്തെ കേന്ദ്ര സർക്കാർ ശ്രമിച്ച് പരാജയപ്പെട്ടിരുന്നു.
ഇതിനുശേഷം കൊളീജിയം വഴി വിവിധ ഹൈക്കോടതികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജഡ്ജിമാർക്ക് കേന്ദ്ര സർക്കാർ നിയമന ഉത്തരവ് നൽകിയില്ല. ഇതാണിപ്പോൾ സർക്കാരിനെതിരെ കടുത്ത വിമർശനത്തിലേക്ക് സുപ്രീം കോടതിയെ എത്തിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട പേരുകൾക്ക് മുകളിൽ 9 മാസമായി കേന്ദ്ര സർക്കാർ അടയിരിക്കുകയാണെന്ന് സുപ്രീം കോടതി കുറ്റപ്പെടുത്തി. രാജ്യത്തെ പകുതിയിലേറെ ഹൈക്കോടതികളിലും ആവശ്യത്തിന് ജഡ്ജിമാരില്ല. കോടതി മുറികൾ പലതും അടച്ചുപൂട്ടിയിരിക്കുന്നു. കർണാടക, അലഹബാദ് ഹൈക്കോടതികളാകട്ടെ പൂർണ്ണമായും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. കൊളീജിയം തിരഞ്ഞെടുത്ത പേരുകളിൽ വിയോജിപ്പുണ്ടെങ്കിൽ തിരിച്ചയക്കുകയാണ് വേണ്ടത്. ഒഴിവ് നികത്താതെ ഈ സംവിധാനം തകർക്കാമെന്ന് ആരും കരുതണ്ട. നിയമനങ്ങൾ വേഗത്തിൽ നടത്തിയില്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരെ വിളിച്ചു വരുത്തേണ്ടി വരും. നിയമ മന്ത്രാലയത്തിലെ സെക്രട്ടറിമാർക്ക് നേരിട്ട് ഹാജരായി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുമെന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. എന്നാൽ തെരഞ്ഞെടുത്ത പേരുകളോട് വിയോജിപ്പില്ലെന്നും പക്ഷേ നിയമനത്തിനായി കേന്ദ്ര സർക്കാരിന്റെ ചട്ടങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ടെന്നും അറ്റോർണി ജനറൽ അറിയിച്ചു. തുടർന്ന് കേസ് വീണ്ടും കേൾക്കാൻ അടുത്ത മാസം 11 മാറ്റി. ന്യൂസ് ബ്യൂറോ, ദില്ലി. നിയന്ത്രണ രേഖ കടന്ന് പാക് സൈനിക കമാൻഡോകൾ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകിയെന്ന് BSF. 15 പാക് സൈനികരെ കൊലപ്പെടുത്തിയെന്ന് BSF അറിയിച്ചു. 3 പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ തകർത്തെന്നും BSF കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചു. കനത്ത ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുകാശ്മീരിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് പാക് സൈന്യത്തിന്റെ പ്രകോപനം കൂടുതൽ ശക്തമായത്. നിയന്ത്രണ രേഖയ്ക്ക് തൊട്ട് സമീപം കടന്ന പാക് സൈനിക കമാൻഡോകൾ 30-ൽ പരം BSF പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തു. സാംബ, രജൌരി, നൌഷേര മേഖലകളിലൂടെയായിരുന്നു ആക്രമണം. 5 BSF ജവാന്മാർക്ക് ഗുരുതരമായി പരിക്കേറ്റു. നൌഷേര സെക്ടറിൽ ഒരു പെൺകുട്ടിക്കും പരിക്കേറ്റു. പാക് സൈന്യം തിരിച്ചടി ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് BSF ഡയറക്ടർ ജനറലുമായി ആശയവിനിമയം നടത്തി. പാകിസ്ഥാൻ കനത്ത ഷെല്ലാക്രമണം തുടരുന്ന സാഹചര്യത്തിൽ തിരിച്ചടി ശക്തമാക്കാൻ BSF DGക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി. ഇതനുസരിച്ച് ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ 15 പാകിസ്ഥാൻ സൈനികരെ കൊലപ്പെടുത്തിയെന്ന് BSF കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചു. 3 പാകിസ്ഥാൻ പോസ്റ്റുകൾ പൂർണ്ണമായി തകർത്തെന്നും BSF വ്യക്തമാക്കി. നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 2 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെയും BSF പിടികൂടിയതായാണ് വിവരം. കനത്ത തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ കാശ്മീരിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കനത്ത ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി പ്രദേശത്തെ ജനങ്ങളെ ഒഴിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. CITU 13ാം സംസ്ഥാന സമ്മേളനത്തിന് നാളെ പാലക്കാട്ട് പതാക ഉയരും. പ്രതിനിധി സമ്മേളനം യൂണിയന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തപൻസൻ ഉദ്ഘാടനം ചെയ്യും. 31 നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. വർഗീയതയ്ക്കെതിരെ വർഗൈക്യം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് CITU 13ാം സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. പാലക്കാട് ചേരുന്ന സമ്മേളനം വൻ വിജയമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. ടൗൺഹാളിലെ C കണ്ണൻ നഗറിൽ ശനിയാഴ്ച ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തപൻസൻ ഉദ്ഘാടനം ചെയ്യും. അഖിലേന്ത്യാ പ്രസിഡന്റ് AK പത്മനാഭൻ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ എന്നിവരും പങ്കെടുക്കും. 555 പ്രതിനിധികളാണ് 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുക. കഴിഞ്ഞ സമ്മേളന ശേഷം മെമ്പർഷിപ്പിൽ വൻ മുന്നേറ്റമുണ്ടാക്കാൻ യൂണിയന് കഴിഞ്ഞതായി സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം പറഞ്ഞു. 12ാം സമ്മേളനം ചേരുന്ന സന്ദർഭത്തിൽ CITUവിൽ അഫിലിയേറ്റ് ചെയ്ത കേരളത്തിലെ മെമ്പർഷിപ്പ് 14,51,170 ആയിരുന്നു. ഈ സമ്മേളനമാകുമ്പോഴേക്ക് അഫിലിയേറ്റഡ് മെമ്പർഷിപ്പിന്റെ എണ്ണം 17,71,196 വർദ്ധിച്ചിട്ടുണ്ട്. അംഗസംഖ്യയിൽ കാര്യമായ വർധനവുണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് CITUവിന്റെ ഒരു വലിയ നേട്ടമാണ്. കോട്ടമൈതാനിയിലെ ഈ ബാലാനന്ദൻ നഗറിലാണ് പൊതുസമ്മേളനം. തിങ്കളാഴ്ച വൈകിട്ട് പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇതിനു മുന്നോടിയായി തൊഴിലാളികൾ അണിനിരക്കുന്ന വൻ റാലിയും നഗരത്തിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പോലീസ് അസോസിയേഷന്റെ പുതിയ സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. തിരുവനന്തപുരം ട്രാഫിക് സ്റ്റേഷനിലെ TS ബൈജുവാണ് സംസ്ഥാന പ്രസിഡന്റ്. ജനറൽ സെക്രട്ടറിയായി PG അനിൽകുമാറിനെയും വൈസ് പ്രസിഡന്റായി സണ്ണി ജോസഫിനെയും ജോയിന്റ് സെക്രട്ടറിയായി KI മാർട്ടിനെയും ട്രഷററായി S ഷൈജുവിനെയും തെരഞ്ഞെടുത്തു. നിലവിലത്തെ ഭരണസമിതിയെയാണ് ഇവർ പരാജയപ്പെടുത്തിയത്.